റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. അബദ്ധത്തിൽ പോലും ബസ് ലൈനുകളിൽ കൂടി വാഹനം ഓടിച്ചിട്ടുണ്ടോ? ഒട്ടുമിക്ക പേരും അങ്ങനെ ചെയ്തിട്ടുള്ളവരായിരിക്കും. റോയൽ ഓട്ടോ മൊബൈൽ ക്ലബ്ബ് നടത്തിയ ഒരു പഠനം അനുസരിച്ച് ഏകദേശം 1/3 ഡ്രൈവർമാർ ഈ രീതിയിൽ ബസ് ലൈനുകളിൽ കൂടി വാഹനം ഓടിച്ചവരാണ്. സർവേയിൽ പങ്കെടുത്ത 36% പേരും ഇത് സമ്മതിച്ചിട്ടുമുണ്ട്. പലരും ഇത്തരം കുറ്റങ്ങൾ ചെയ്തത് മനഃപൂർവ്വമല്ലാത്തത് കാരണം ഇത്തരം നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നതിന് പകരം ആദ്യം മുന്നറിയിപ്പ് നൽകണമെന്ന ശുപാർശയാണ് RC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അബദ്ധത്തിൽ ബസ് അപകടത്തിന്റെ ലൈനുകൾ പ്രവേശിക്കപ്പെട്ടിരുന്ന 5-ൽ 2 പേർ ക്യാമറകളിൽ പിടിക്കപ്പെട്ടപ്പോഴും പിഴ അടയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ പ്രശ്നത്തിൽപ്പെട്ട പലരും സൂചനാ ഫലകങ്ങളുടെ അഭാവമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് അഭിപ്രായപ്പെട്ടത്. ഏകദേശം 56% ആൾക്കാരും സൈനേജ് അപര്യാപ്തമാണെന്നാണ് പറഞ്ഞത്. ബസ് ലൈനിൽ മനഃപൂർവ്വം വാഹനം ഓടിച്ചതായി 4% മോട്ടോർ വാഹന ഉടമകൾ മാത്രമാണ് സമ്മതിച്ചത്. മിക്ക ഡ്രൈവർമാരും മനഃപൂർവ്വം ബസ് ലൈനുകളിൽ വാഹനം ഓടിക്കുന്നവരല്ലെന്ന് RC പോളിസി മേധാവി സൈമൺ വില്യംസ് പറഞ്ഞു. RC നടത്തിയ സർവേയിലെ കണ്ടെത്തൽ ഇത് സാധൂകരിക്കുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കാർ കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി 4 പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. മരിച്ച 4 പേരും എസെക്സ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്. അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4:40 കോൾച്ചസ്റ്ററിലെ മക്ഡലൻ സ്ട്രീറ്റിലാണ് അപകടം നടന്നത്. ഉടൻ തന്നെ അടിയന്തര സേവന സർവീസുകൾ രംഗത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. മെക്കൈൽ ബെയ്ലി, ഇവാൻഡറോൾ ചിക്കായ, ആന്റണി ഹിബാർട്ട്, ഡാൽജാങ് ഗോൾ എന്നിവർ സ്ഥലത്ത് തന്നെ മരിച്ചുവെന്നാണ് എസെക്സ് പോലീസ് പറഞ്ഞത്. അപകടത്തിൽ മറ്റു വാഹനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. അനധികൃത കുടിയേറ്റത്തിനെതിരായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ലോസ് ആഞ്ചലസിലെ ഡൗൺ ടൗണിൽ റാലി നടത്തി. പ്രതിഷേധത്തെ തുടർന്ന് 101 ഫ്രീവേയുടെ ഒരു ഭാഗം അടച്ചുപൂട്ടി. മെക്സിക്കൻ സാൽവഡോറൻ പതാകകളുമായിട്ടാണ് പ്രതിഷേധക്കാർ എത്തിച്ചേർന്നത്. പരമ്പരാഗത തൂവൽ ശിരോവസ്ത്രങ്ങൾ ധരിച്ചാണ് പലരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത്. മെക്സിക്കൻ സംഗീതവും പ്രതിഷേധത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. നിർമ്മിത ബുദ്ധി മേഖലയിൽ ഇന്ത്യയെക്കാൾ 10 വർഷം മുന്നിലാണ് ചൈനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. AI വേണ്ട ഡാറ്റ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ചൈനയും US-ഉമാണ്. AI എന്നത് തികച്ചും അർത്ഥശൂന്യമായ ഒന്നാണെന്നും ലോക്സഭയിൽ രാഹുൽ പറഞ്ഞു. ഇന്ന് എല്ലാവരും സംസാരിക്കുന്നത് AI പറ്റിയാണ്. സത്യത്തിൽ AI തികച്ചും അർത്ഥശൂന്യമായ ഒന്നാണ്. ഡേറ്റ ഇല്ലാതെ AIക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. AI പൂർണ്ണമായും പ്രവർത്തിക്കുന്നത് ഡേറ്റയെ അടിസ്ഥാനമാക്കിയാണ്. ഈ ഡേറ്റ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. മൊബൈൽ ഫോണുകളോ ഇലക്ട്രിക് കാറുകളോ മറ്റേതു തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ആകട്ടെ, അവയുടെ എല്ലാ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഡാറ്റ അവ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ചൈനയാണ്. ഇത്തരം ഡാറ്റയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് അമേരിക്കയുമാണ്. രാജ്യത്തിന്റെ നിർമ്മാണ മേഖല 2-3 കമ്പനികളുടെ മാത്രം കുത്തകയായാണ് നിലനിൽക്കുന്നതെന്നും രാജ്യത്തിന്റെ ബാങ്കിംഗ് സംവിധാനവും അവരുടെ കൈകളിലേക്ക് ചുരുങ്ങിപ്പോകില്ലെന്നത് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രവിഹിതത്തിന്റെ കാര്യത്തിൽ നിലപാട് തിരുത്തി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിന് കൂടുതൽ കേന്ദ്രവിഹിതം ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ധനകാര്യ കമ്മീഷനെ സമീപിക്കണമെന്നാണ് താൻ പറഞ്ഞതെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിന് ലഭിക്കുന്ന വിഹിതം 1.9%. ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് കേരള സർക്കാരിന്റെ ആവശ്യം. ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ അവർ സമീപിക്കേണ്ടത് ധനകാര്യ കമ്മീഷനെയാണ്. അവർക്ക് അവരുടേതായ ചില നിബന്ധനകൾ ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് കൂടുതൽ വിഹിതത്തിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാകും കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുന്നത്. സ്കൂട്ടറിന് പിറകിൽ തിരിഞ്ഞിരുന്ന അപകടകരമായ വിധത്തിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് മാവൂർ തെങ്ങിലക്കടവ് റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യം മറ്റൊരു യാത്രക്കാരനാണ് പകർത്തിയത്. 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടിയാണ് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്തത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന ആളും കുട്ടിയും ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ വാഹനം ഓടിച്ച കുട്ടിയുടെ പിതാവ് ഷഫീഖിനെതിരെ മാവൂർ പോലീസ് കേസെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു. സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു. തുടർ നടപടികൾക്കായി വിവരം മോട്ടോർ വാഹന വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആർസെനലിന് വമ്പൻ വിജയം. മാഞ്ചസ്റ്റർ സിറ്റി 5-1 ആർസെനൽ തകർത്തുവിട്ടു. മാർട്ടിൻ ഒഡെഗാർഡ്, തോമസ് പാറ്റി, മൈൽസ് ലെവിസ് കെല്ലി, കൈ ഹാവർഡ്, ഏതൻ നാനോരി എന്നിവരാണ് ആർസെനലിന്റെ ഗോൾ സ്കോറർമാർ. മാഞ്ചസ്റ്റർ സിറ്റിക്കായി 55-ാം മിനിറ്റിൽ എർലിംഗ് ഹാലൻഡ് ആശ്വാസ ഗോൾ കണ്ടെത്തി. സീസണിലെ 14ാം വിജയം നേടിയ ആർസെനൽ 50 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ക്രിസ്റ്റൽ പാലസ് 2 ഗോളുകൾക്ക് തകർത്തു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.60 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.